അപ്പോൾ നമ്മൾ ഇന്ന് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ലേണിങ്ങിൻ്റെ തിയറീസ്, ബിഹേവിയറൽ തിയറീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസോസിയേറ്റഡ് ലേണിംഗ് തിയറീസ് ആയിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ജസ്റ്റ് പറഞ്ഞു. അതിൽ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് നോക്കാനുള്ളത്. ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. ഇതിന് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്നും കൂടി പറയുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതൊരു അസോസിയേറ്റീവ് ലേണിംഗ് തിയറിയാണ്. B.F. സ്കിന്നർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഈ ഒരു തിയറി, ലേണിങ്ങിൻ്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബിഹേവിയർ ചെയ്യുമ്പോൾ എന്താണോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ആ ബിഹേവിയർ കൊണ്ട് നമ്മൾക്ക് എന്താണോ സംഭവിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ബിഹേവിയർ കൂടണോ ആ ബിഹേവിയർ കുറയണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. വിച്ച് മീൻസ് when an action is followed by a reward, we are more likely to repeat it. അല്ലേ, ഒരു റിവാർഡ് ആണ് നമുക്ക് ഒരു ബിഹേവിയർ ചെയ്തിട്ട് കിട്ടുന്നതെങ്കിൽ we are more likely to repeat it. But when it's followed by a punishment, we tend to avoid it. പക്ഷേ നമുക്കൊരു പണിഷ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിലോ നമ്മളത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക, ആ ബിഹേവിയർ നമ്മൾ അവോയ്ഡ് ചെയ്യും. അതാണ് ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പഠിക്കുന്ന രണ്ട് ടേമുകൾ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു ബിഹേവിയർ ചെയ്തിട്ട് ഒരു റിവാർഡാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ സ്വഭാവത്തിന് കൂട്ടുമെന്ന്. അതുപോലെ എനി സ്റ്റിമുലസ് വിച്ച് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ ബിഹേവിയർ ഇസ് കോൾഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മളുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റിമുലസ് ആണോ കിട്ടുന്നത് അതിനെ നമ്മൾ എന്തെന്നാ പറയുക, റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പണിഷ്മെൻറ്റ്. എനി സ്റ്റിമുലസ് ദാറ്റ് വീക്കൻസ് ബിഹേവിയർ ഇസ് കോൾഡ് പണിഷ്മെൻറ്റ്. ഒരു സ്വഭാവം ചെയ്തിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് ആ സ്വഭാവത്തിനെ കുറയ്ക്കാനാണ് കാരണമാവുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പണിഷ്മെൻറ്റ്. ഓക്കെ, അതാണ് ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ ഒരു മെയിൻ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ B.F. സ്കിന്നറാണ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നർ ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് നടത്തി. ഒരു റാറ്റിനെ ഒരു കൂടിൻ്റെ ഉള്ളിൽ, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അടച്ചിട്ട്, ഇതിനെ നമ്മൾ സ്കിന്നർ ബോക്സ് എന്നാണ് പറയുന്നത്, സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജ് നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ കാണാൻ സാധിക്കും, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു റാറ്റ് ഉണ്ട്. ആ റാറ്റിൻ്റെ അല്ലെങ്കിൽ ആ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒരു ലിവർ എന്ന് വെച്ചാൽ ഒരു സ്വിച്ച് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഈ സ്വിച്ച് പോലത്തെ സാധനം കൂടാണ്ട് ഒരു സ്പീക്കർ ഉണ്ട്, ലൈറ്റ് വരുന്ന രണ്ട് സ്റ്റിമുലസുകൾ, വിഷ്വൽ സ്റ്റിമുലസുകൾ കാണിക്കാനുള്ള രണ്ട് ബൾബ് പോലെ ഉണ്ട്, താഴെ ഇലക്ട്രിക് ഗ്രിഡുകളുണ്ട്, ഷോക്ക് ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഫുഡ് പുറത്തിരിക്കുന്ന ഫുഡ് അകത്തേക്ക് വരാനുള്ള ഒരു എന്തുണ്ട്, ഫുഡ് ഡിസ്പെൻസർ ഉണ്ട്, ഒരു റാറ്റും ഉണ്ട്. ഇങ്ങനെ ഈ ഒരു ബോക്സിൽ ഈ റാറ്റിന് ഇട്ടിട്ട്, റാറ്റിന് അറിയില്ല ഈ എവിടെ നിന്നാണ് ഫുഡ് കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ ഈ ഹംഗ്രി ആയിട്ടുള്ള റാറ്റ് കുറേ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടിക്കളിക്കുന്ന സമയത്തേക്ക് സഡൻലി ഇത് അറിയാണ്ട് എന്ത് ചെയ്തു, ഈ ഒരു ലിവറിൻ്റെ മുകളിൽ പ്രസ് ചെയ്തു. ഈ ഒരു ലിവറിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫുഡ് ഡിസ്പെൻസർ വഴി അതിന് ഫുഡ് കിട്ടും. അപ്പോൾ ആ ലിവറിമ പ്രസ് ചെയ്താൽ ഡിസ്പെൻസർ വഴി ഫുഡ് കിട്ടും. അപ്പോൾ റാറ്റ് 3-4 തവണ ഇങ്ങനെ ആയപ്പോൾ റാറ്റ് എന്ത് പഠിച്ചു, ഓക്കെ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുഡാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ എനിക്കൊരു റിവാർഡാണ് കിട്ടുന്നത് എന്ന് റാറ്റ് പഠിക്കുകയും ആ ഒരു സ്വഭാവം, ലിവർ പ്രസ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഇലക്ട്രിക് ഗ്രിഡിനും ഷോക്ക് ജനറേറ്ററിനും വലിയൊരു പ്രാധാന്യം പറയുന്നില്ല ഇപ്പം. പക്ഷേ പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് അല്ലേ പക്ഷേ, ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് കിട്ടിയത് ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് ലിവർ പ്രസ് ചെയ്യുന്ന ബിഹേവിയർ കൂടി. ഇനി ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് വരുന്ന സമയത്തേക്ക് ഈ ഇലക്ട്രിക് ഗ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഗ്രിഡുകളുടെ മുകളിൽ റാറ്റ് വന്ന് തൊടുന്ന സമയത്തേക്ക് ഷോക്ക് ജനറേറ്ററിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രിക് ഗ്രിഡ് വഴി ഈ റാറ്റിന് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഷോക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് റാറ്റ് എന്താ പഠിച്ചത്, ഈ ലിവറിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഗ്രിഡിൻ്റെ മുകളിൽ, നോട്ട് ലിവർ, ഗ്രിഡിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഷോക്ക് കിട്ടും, അല്ലെങ്കിൽ അതൊരു പണിഷ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിന് എന്ത് കിട്ടി, ഒരു ബാഡ് സാധനം കിട്ടിയപ്പം റാറ്റ് പിന്നെ ആ ഇലക്ട്രിക് ഗ്രിഡിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാണ്ട് നോക്കി. ഇതാണ് ഈ റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും കൂടിയിട്ട് ഈ സ്കിന്നർ ബോക്സിൽ സ്കിന്നർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3 ടൈപ്പ് റെസ്പോൺസുകളാണ് ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ സ്കിന്നർ പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ഓപ്പറന്റ് റെസ്പോൺസസ്. ഒന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, ദാറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ബിഹേവിയർ ബീയിങ് റിപ്പീറ്റഡ്, എന്താണ്, ഒരു സ്വഭാവം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഡിക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ബിഹേവിയർ ബീയിങ് റിപ്പീറ്റഡ്. ഒരു സ്വഭാവം കുറയ്ക്കാനാണ് പണിഷ്മെൻറ്റ് നോക്കുന്നത്.
ഇനി ന്യൂട്രൽ ഓപ്പറൻസ് ഉണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും ഒരു ബിഹേവിയർ ചെയ്ത് പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും ഉണ്ടാവുന്നില്ല. അതിനെ ന്യൂട്രൽ ഓപ്പറൻസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് നമുക്ക് കിട്ടി, അതൊരു സ്വഭാവം കൂട്ടുന്നുമില്ല കുറയ്ക്കുന്നുമില്ല. ദാറ്റ് ഈസ് ന്യൂട്രൽ ഓപ്പറൻസ്. ഇനി ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ എൻ ഓർഗാനിസം ലേൺസ് ടു അസോസിയേറ്റ് എ ബിഹേവിയർ വിത്ത് എ കൺസിക്വൻസ്. കണ്ടോ, അതുകൊണ്ടാണ് ഇതിനെ എന്ന് പറയുന്നത്, ഇതിനെയും കൂടെ അസോസിയേറ്റീവ് ലേണിംഗ് തിയറിയിൽ പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞപ്പോൾ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലാണ് അസോസിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലേക്ക് വന്നപ്പോൾ എന്തായി, ഒരു ബിഹേവിയറും അതിൻ്റെ കൺസിക്വൻസും തമ്മിലാണ് എന്ത് ചെയ്തത്, അസോസിയേറ്റ് ചെയ്തത്. സോ ബോത്ത് ദിസ് തിയറീസ് ആർ എന്താ പറയുക, നോൺ ആസ് അസോസിയേറ്റീവ് ലേണിംഗ് തിയറീസ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ബിഹേവിയറും അതിൻ്റെ കൺസിക്വൻസും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്വഭാവം പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ആണ് പറയുന്നത്. ഒരു കണ്ടീഷനിങ് അപ്രോച്ചിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ബിക്കംസ് അസോസിയേറ്റഡ് വിത്ത് എൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ടു പ്രൊഡ്യൂസ് റിഫ്ലക്സീവ് റെസ്പോൺസസ്. ബട്ട് ഇൻ ഓപ്പറന്റ് കണ്ടീഷനിങ് ഒരു വോളണ്ടറി ബിഹേവിയർ ആണ് എന്താ പറയുന്നത്, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആഫ്റ്റർ വരുമ്പോൾ ആ ഒരു ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ എന്താണ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ പണിഷ്മെൻ്റ് ആണോ വന്നത് എന്നുള്ളതിന് ബേസിലാണ് ആ ഒരു സ്വഭാവം ഇൻഫ്ലുവൻസർ ആവുന്നത് എന്നുള്ളതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഇനി സ്റ്റിമുലസിൻ്റെ ടൈമിംഗ് ആണെന്നുണ്ട് വെച്ചെങ്കിലോ, ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ദ സ്റ്റിമുലസ് ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദി റെസ്പോൺസ്. എന്താ പറയുന്നത്, ഒരു റെസ്പോൺസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഫുഡ് എന്ന് പറയുന്ന സാധനം, ഈ ഫുഡ് ജസ്റ്റ് വരുമ്പോൾ തന്നെ എന്താണ്, നായ സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് സ്റ്റിമുലസ് ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ റെസ്പോൺസ്. റെസ്പോൺസിന് തൊട്ട് മുമ്പായിട്ടൊരു സ്റ്റിമുലസ് വരുന്നു. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള സമയം ഒരുപാട് കൂടുതലില്ല. പക്ഷേ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലോ നമ്മളൊരു ബിഹേവിയർ ചെയ്ത് അതിനൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമ്പോൾ അടുത്ത തവണ ചെയ്യാനുള്ള അത്രയും എന്ത് വരുന്നുണ്ട്, റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ, ആ സ്വഭാവം കൂടുക എന്നുള്ളതാണ്. പക്ഷെ അത് രണ്ടും തമ്മിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് നമ്മുടെ ബ്രെയിനൊക്കെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സ്വഭാവം എഗെയിൻ നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് സ്റ്റിമുലസും റെസ്പോൺസിൻ്റെയും ഇടയിൽ, ഒരു ടൈം ഗ്യാപ്പ് കേട്ടോ. അപ്പം ഈ ഓപ്പറന്റ് കണ്ടീഷൻ മെയിനായിട്ട് ഒരു ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനിലാണ് ഈ പോകുന്നത്. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു എഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് അത് ഒരു എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്വഭാവം ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, psychologist B.F. Skinner saw that classical conditioning is limited to existing behaviors that are reflexively elicited and it doesn't account for new behaviors such as riding a bike. സ്കിന്നർ ഈ ക്ലാസിക്കൽ കണ്ടീഷനിൽ പറഞ്ഞൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ്, അതിനെ പറ്റിയിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പുതിയ ചില ബിഹേവിയേഴ്സ്, ഇപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കുക, ഇതൊക്കെ നമുക്ക് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടല്ലല്ലോ. പക്ഷേ നമുക്ക് ആ സാധനം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നിയപ്പോഴാണ് B.F. സ്കിന്നർ ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഈ ഒരു ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ്. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് തന്നെയാണ്. എ ബിഹേവിയർ ദാറ്റ് ആർ ഫോളോഡ് ബൈ എ കൺസിക്വൻസസ് ദാറ്റ് ആർ സാറ്റിസ്ഫൈങ് ടു ദി ഓർഗാനിസം ആർ മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. നമുക്ക് സന്തോഷമുള്ള ഒരു കൺസിക്വൻസ് ആണ് നമ്മളൊരു സ്വഭാവം ചെയ്തിട്ടുണ്ടാവുന്നതെങ്കിൽ ആൻഡ് ദാറ്റ് മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ് ദാറ്റ് ബിഹേവിയർ. അതാണ് ലോ ഓഫ് എഫക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വാട്ട് ഇസ് പണിഷ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ദ റീഇൻഫോഴ്സ്മെൻറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എനി സ്റ്റിമുലസ് ഓർ എനി കൺസിക്വൻസസ് ദാറ്റ് സ്ട്രെങ്തൻസ് എ പെർട്ടിക്കുലർ ബിഹേവിയർ ഇസ് കോൾഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മുടെ സ്വഭാവം കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് റീഇൻഫോഴ്സ്മെൻറ്റ്. There are two types of reinforcement, positive reinforcement and negative reinforcement. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആഡിങ് സംതിങ് ടു ഇംപ്രൂവ് ദ ബിഹേവിയർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ റിവാർഡിങ് എ സ്റ്റുഡൻറ്റ് ഫോർ എന്താ പറയുക, ബെറ്റർ അക്കാദമിക് പെർഫോമൻസ്. ഓക്കെ, ഒരു നല്ല അക്കാദമിക് പെർഫോമൻസ് നടന്നതിന് കുട്ടിക്ക് നമ്മൾ റിവാർഡ് കൊടുക്കുക, നമുക്കൊരു മിഠായി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് ബാഡ്ജ് കൊടുക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. സോ ആഡിങ് സംതിങ് ടു ഇൻക്രീസ് എ പെർട്ടിക്കുലർ ബിഹേവിയർ. ഹിയർ we are adding a reward to increase the academic performance അല്ലെങ്കിൽ to increase the study habit of the
ചൈൽഡ്. കുട്ടിയുടെ പഠിക്കുന്ന രീതി അല്ലെങ്കിൽ പഠനം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധനം അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഹിയർ വി റിമൂവിങ് സംതിങ് ടു ഇംപ്രൂവ് എ പെർട്ടിക്കുലർ ബിഹേവിയർ. ഒരു ബിഹേവിയർ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു സാധനം റിമൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇപ്പം നമുക്ക് എന്താ പറയുക, താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം കുട്ടിയുടെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കുട്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാൻ റൂട്ടീനായിട്ട് ചെയ്യുന്ന ഒരു ജോലി ആയിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ കുട്ടിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു നല്ല മാർക്ക് വാങ്ങിക്കുകയോ ഈ നേരത്തെ പറഞ്ഞ പോലെ നല്ല അക്കാദമിക് അച്ചീവ്മെന്റ് ഉണ്ടാവുകയോ ചെയ്താൽ അവന് താല്പര്യമില്ലാത്ത ആ സാധനം നമ്മൾ എന്ത് ചെയ്യും, അന്ന് കൊടുക്കാതിരിക്കും. ഹിയർ നമ്മൾ എന്താ ചെയ്ത്, ഒരു സംതിങ് റിമൂവ്ഡ്, ഒരു സാധനം അവിടെ റിമൂവ് ചെയ്തു. അപ്പോൾ അത് വീണ്ടും വീണ്ടും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും പഠിച്ച് മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കും. സോ റിമൂവിങ് സംതിങ് ടു സ്ട്രെങ്തൻ എ പെർട്ടിക്കുലർ ബിഹേവിയർ. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. ഇത് നമ്മൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഒരു ഇത് പറഞ്ഞുതരാം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പൽ പ്ലസ് ആണ്, സോ ആഡ് സംതിങ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പൽ മൈനസ് ആണ്, സോ റിമൂവ് സംതിങ്. ബേസിക്കലി റീഇൻഫോഴ്സ്മെന്റ് ആർ യൂസ്ഡ് ടു സ്ട്രെങ്തൻ എ ബിഹേവിയർ. സോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആർ ആഡ് സംതിങ് ടു സ്ട്രെങ്തൻ എ ബിഹേവിയർ. Negative reinforcement is remove something to strengthen a behavior. Okay. Then let's see what is punishment. അതിനൊക്കെ മുമ്പായിട്ട് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നോക്കുന്നുണ്ട്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മളൊരു ഇൻ്റർവെൽ ഗ്യാപ്പ് ഇട്ടിട്ടും റേഷ്യോ ഗ്യാപ്പ് ഇട്ടിട്ടുമാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്, ഒരു സ്വഭാവം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടിക്ക് റിവാർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റിൽ പറയുന്നത്. ഇത് നമുക്ക് സമയബന്ധിതമായിട്ടും കൊടുക്കാം, എണ്ണത്തിൻ്റെ അനുസരിച്ചിട്ടും കൊടുക്കാം. അതാണ് ഇൻ്റർവെൽ റേഷ്യോ എന്ന് പറയുന്നത്. സമയബന്ധിതമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ്സ് കംസ് അണ്ടർ ഇൻ്റർവെൽ. എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ്സ് കംസ് അണ്ടർ റേഷ്യോ. ഇനി ഈ സമയബന്ധിതമായിട്ടാണെങ്കിൽ ഫിക്സഡ് സമയമായിട്ടും കൊടുക്കാം, വാരിയബിൾ സമയമായിട്ടും കൊടുക്കാം. സെയിം ആസ് എണ്ണാണെങ്കിൽ ഫിക്സഡ് എണ്ണായിട്ടും കൊടുക്കാം, വാരിയബിൾ എണ്ണായിട്ടും കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫിക്സഡ് ഇൻ്റർവെൽ ആണെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ എന്താണ്, ഇപ്പം ഞാൻ ആസ് എ ടീച്ചർ ഞാൻ പറയുകയാണ്, എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ആരാണോ അവർക്ക് ഞാനൊരു റിവാർഡ് കൊടുക്കും. ദാറ്റ് ഈസ് ഫിക്സഡ് ഇൻ്റർവെൽ. ഇവിടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, എല്ലാ ദിവസവും ഈവനിങ്. അവിടെ ഫിക്സഡ് ടൈമാണ് ഞാൻ എന്തിനു ഉപയോഗിക്കുന്നത്, റിവാർഡിന് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു ദിവസം സ്റ്റുഡൻസ് എന്ത് ചെയ്യും, നല്ല അക്കാദമിക് പെർഫോമൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ഐ എന്താ പറയുക, ട്രൈ ടു ഇംപ്രൂവ് ദ അക്കാദമിക് പെർഫോമൻസ് ഓഫ് എ ഡേ. ഓരോ ദിവസത്തെയും അക്കാദമിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സാധനം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫിക്സഡ് ഇൻ്റർവെൽ. ഇനി വാരിയബിൾ ഇൻ്റർവെൽ ആണല്ലോ, ഞാനിങ്ങനെ നോക്കും ഒരു 1 വീക്ക്, അതിൻ്റെ ഇടയിൽ എനിക്ക് എപ്പോഴാണോ തോന്നിയത് അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, ആരാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ റിവാർഡ് കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ കുട്ടിയെ സംബന്ധിച്ച് ഓക്കെ, ഒരു ഡേ ആഫ്റ്റർ എ ഡേ അല്ലെങ്കിൽ ഒരു ഡേന് ശേഷം എന്നുള്ള ഒരു ഫിക്സഡ് ടൈമൊന്നുമില്ല. ഒരാഴ്ചയിൽ എപ്പോൾ വേണേലും ഈ കുട്ടിക്ക് ഈ സാധനം കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ കുട്ടി എപ്പോഴും ഇങ്ങനെ മേ ബി ഇങ്ങനെ നല്ല അക്കാദമിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എപ്പോഴാണ് റിവാർഡ് കിട്ടുകയെന്ന് അറിയില്ല. അപ്പം സമയം എന്ന് പറയുന്നത്, ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടും ചെയ്യാം, വാരിയബിൾ ആയിട്ടും ചെയ്യാം. ഇതേപോലെ തന്നെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റേഷ്യോ എന്ന് പറയുമ്പോൾ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുകയാണ്, നീ 4 തവണ എക്സാമിന് നീ നല്ല മാർക്ക് വാങ്ങിയാൽ നിനക്ക് ഞാൻ റിവാർഡ് തരും. ഹിയർ ഐ യൂസ്ഡ് ദ നമ്പർ ഓഫ് ട്രയൽസ് ഓർ നമ്പർ ഓഫ് ബിഹേവിയേഴ്സ്. ഒരു നമ്പർ ഓഫ് ബിഹേവിയേഴ്സ് ആണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. 4 തവണ ചെയ്താൽ നിനക്ക് റിവാർഡ് ഉണ്ട്. പക്ഷേ വേരിയബിൾ റേഷ്യോ വരുമ്പോഴത്തേനും എന്ത് വരും, അങ്ങനെ ഞാനൊരു ഫിക്സഡ് എണ്ണമൊന്നും വെക്കില്ല, കുറേയൊക്കെ എണ്ണം നോക്കും, അതിൻ്റെ ഇടയ്ക്ക് എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, റിവാർഡ് കൊടുക്കും. അതാണ് വാരിയബിൾ റേഷ്യോ എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then let's see what is punishment. We already discussed about punishment. A punishment is a consequence or stimulus that weakens a particular behavior. ഒരു ബിഹേവിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഈ റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പ് പണിഷ്മെന്റ് ആണ് ഉള്ളത്. പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. ഇപ്പം റീഇൻഫോഴ്സ്മെന്റിന്റെ പോലെ തന്നെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആഡിങ് സംതിങ് ടു വീക്കൻ എ പെർട്ടിക്കുലർ ബിഹേവിയർ. എന്താണ്, ഒരു എന്തെങ്കിലും സാധനം ആഡ് ചെയ്യുക, ഒരു സ്വഭാവം കുറയ്ക്കാൻ. കുട്ടികൾക്ക് എന്തെങ്കിലും തല്ലു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തുക. അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസ് സംസാരിക്കുമ്പോൾ ഫ്രണ്ടിൽ പോയിട്ട് തിരിഞ്ഞു നിൽക്കാനൊക്കെ പറയില്ലേ, അതവിടെ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്തു. ആ ഒരു
കുട്ടി ക്ലാസ്സിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാത്തത് എന്ന് പറയുന്ന ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സ്വഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ തല്ലി. അത് തന്നെയാണ്. അപ്പം ആഡിങ് സംതിങ് ടു വീക്കൻ എ പെർട്ടിക്കുലർ ബിഹേവിയർ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? ടേക്കിംഗ് ഔട്ട് സംതിങ് എന്ന് വെച്ചാൽ റിമൂവിങ് സംതിങ് ബൈ ഫോർ വീക്കൻ എ പെർട്ടിക്കുലർ ബിഹേവിയർ, അൺഡിസൈഡ് ബിഹേവിയർ. എന്താണ്? ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള സ്വഭാവം കാണിച്ചു, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവന് ഇഷ്ടമുള്ള ഒരു സാധനം. നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ എന്താ പറഞ്ഞത്? അവന് ഇഷ്ടമില്ലാത്തൊരു സാധനം കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കുറയാൻ വേണ്ടിയിട്ടാണ് നല്ല സ്വഭാവം അവൻ ചെയ്തുകൊണ്ടിരിക്കും. നെഗറ്റീവ് പണിഷ്മെന്റിൽ എന്താ പറയുന്നത്? ടി വി കാണാറുണ്ടെങ്കിൽ ആ ടി വി നമ്മൾ കട്ട് ചെയ്യുക, എന്നാൽ നിനക്ക് പണിഷ്മെന്റ് ആണ്, ടി വി നിനക്കുന്നില്ല എന്ന് പറയുക. അപ്പോൾ റിമൂവിങ് സംതിങ് ടു ഇംപ്രൂവ് ടു എന്താ പറയുക, വീക്കനെ അൺഡിസൈഡ് ബിഹേവിയർ. അപ്പം കുട്ടി അതിൽ എന്ത് പഠിക്കും? ടി വി കൊടുക്കാണ്ടാകുമ്പോൾ കുട്ടി എന്ത് പഠിക്കും? ഓക്കെ, ഞാൻ ഇന്ന് ഇങ്ങനെ ഈ പറഞ്ഞത് വളരെ മോശമാണ്, അതുകൊണ്ടാണ് എനിക്ക് ടി വി കിട്ടാത്തത്, അതുകൊണ്ട് ഇനി ഇങ്ങനെ പറയരുത്, അല്ലെങ്കിൽ ഇത് മോശം ബിഹേവിയർ ആണ് എന്ന് കുട്ടി ലേൺ ചെയ്യുന്നു. ഇതാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പണിഷ്മെന്റും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കേണ്ടി വരും. അത് ഷേപ്പിങ്ങും ചെയിനിങ്ങും ഒക്കെയാണ്. ഷേപ്പിംഗ്, ചെയിനിങ് എന്നൊക്കെ പറയുന്നത് ലേണിങ്ങിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ്. ഷേപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുന്നതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയുക. ആ ഒരു സ്വഭാവം ഇല്ല, നമ്മൾ ആ സ്വഭാവത്തിന് എന്ത് ചെയ്യാണ്? കുറച്ചായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ഒരു സ്വഭാവത്തിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഫോം ചെയ്യിക്കുന്നതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന വോക്കലൈസേഷൻസ്, പറയിപ്പിക്കുന്ന വേർഡ്സ്, ഫോർ എക്സാമ്പിൾ വാട്ടർ എന്ന് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ, ഒരു സംസാരിച്ച് തുടങ്ങിയ കുട്ടിയെ കൊണ്ട് നമ്മൾ ആദ്യം തന്നെ വാട്ടർ എന്നാവില്ല പറയിപ്പിക്കുക. വാ സൗണ്ട് പറയിപ്പിക്കും, പിന്നെ വാട്ട് പറയിപ്പിക്കും, വാട്ടർ എന്ന് പറയിപ്പിക്കും. അങ്ങനെ ഒരു കോംപ്ലക്സ് സാധനത്തിന് അങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. വാ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല വാട്ടർ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉണ്ട് എന്നുള്ളത്. വാട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് കുട്ടി എന്തിലേക്ക് എത്തുന്നത്? വാട്ടർ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുവരെ കുട്ടിക്ക് അൺനോൺ ആണ് മുന്നിൽ എന്താ കിടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളൊരു സ്വഭാവത്തിനെ പഠിപ്പിക്കുന്നതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ചെയിനിങ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എല്ലാം അറിയാം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടി ഒരു ബ്രഷ് ചെയ്യാണ് കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് കുട്ടി ബ്രഷ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ചിലപ്പം കുട്ടി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വായ കഴുകുന്നുണ്ടായിരിക്കില്ല. മേ ബി ബ്രഷ് ചെയ്യുന്ന സമയത്തേക്ക് പേസ്റ്റ് ബ്രഷിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ അറിയുന്ന ഒരു സ്വഭാവത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഫ്രം ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ചാനൽ, പ്രോപ്പർ ചാനലിലൂടെ നമ്മളിങ്ങനെ ചെയിനാക്കി കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ചെയിനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബ്രഷിങ് ടീത്ത് ആണെങ്കിൽ നമ്മൾ ആദ്യം ടൂത്ത് ബ്രഷ് എടുക്കാൻ പഠിപ്പിക്കും, ടൂത്ത് ബ്രഷ് ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കും, അതുപോലെ തന്നെ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കും, ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കും, റിൻസ് ചെയ്യാം. അപ്പം ഈ ഓരോ സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ കുട്ടിക്ക് നമുക്ക് അലോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതാണ് ഷേപ്പിങ്ങും ചെയിനിങ്ങും എന്ന് പറയുന്നത്. അപ്പം ഷേപ്പിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഒരു നോവൽ ബിഹേവിയർ, ഒരു പുതിയ ബിഹേവിയർ ഉണ്ടാക്കലാണെങ്കിൽ, ചെയിനിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിന് ഒരു സീക്വൻഷ്യൽ ആക്കുക എന്നുള്ളതാണ്, ഓർഡർ ആക്കുക എന്നുള്ളതാണ്. ഷേപ്പിംഗ് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ ആണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ, ചെയിനിങ്ങിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ടാസ്ക്കാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഷേപ്പിങ്ങിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ വോക്കലൈസേഷൻ ആണ്. കുട്ടികളൊക്കെ ഒരു പുതിയ വാക്ക് പഠിപ്പിക്കുക, അവിടെ എക്സിസ്റ്റിംഗ് ഒന്നുമല്ല, ന്യൂ വൺ ഈസ് ലേൺഡ്. പക്ഷേ ചെയിനിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഷൂവിൻ്റെ ലേസ് കെട്ടാൻ കുട്ടിക്ക് അറിയാം, പക്ഷേ ആ ലേസ് ആകെ തലതിരിച്ചിട്ടൊക്കെ ആയിരിക്കും കെട്ടുന്നത്. സോ ആദ്യം റൈറ്റ് ഹാൻഡിൽ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക, ഇങ്ങനെ വെക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് ആണ്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ബിഹേവിയറൽ തിയറീസാണ് പഠിച്ചത്, ഇനി കോഗ്നിറ്റീവ് തിയറീസ് ആണ്. കോഗ്നിറ്റീവ് തിയറിയിൽ നമുക്ക് മെയിനായിട്ട് ലാറ്ററൽ ലേണിങ്ങും ഇൻസൈറ്റ് ലേണിംഗും ആണ് നോക്കാനുള്ളത്. അപ്പം ഫസ്റ്റ് നമുക്ക് ലാറ്ററൽ ലേണിംഗ് ആണ്. ലാറ്ററൽ ലേണിംഗ് എന്ന് പറയുന്നതിന് നമ്മൾ ഇൻസിഡൻ്റൽ ലേണിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇതൊരു പാസീവ് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബിഹേവിയർ ലേണിങ്ങിൽ പറഞ്ഞ പോലെ ഒരു കൺസിക്വൻസ്, അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, ഇതൊന്നും നമുക്കൊരു കാര്യം പഠിക്കാൻ വേണ്ട എന്നാണ് ഈ തിയറി പറയുന്നത്. ഇവർ പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് റിവാർഡോ പണിഷ്മെൻറ്റോ ഒന്നും ഇല്ലാണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പല കാര്യങ്ങളും പഠിച്ചു പോകും എന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് അതിന് എന്തൊന്നും വേണ്ട, ഒരു പ്രത്യേക ലൈക്ക് ഒബ്സർവേഷനോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. നമുക്ക് ഒബ്സർവേഷൻ വേണം, അല്ലാണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വലിയ എഫേർട്ടൊന്നും ഇടണ്ട. ഇറ്റ് ഹാപ്പൻസ് പാസീവ്ലി. നമ്മളത് ഭയങ്കര പാസീവായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക എന്നാണ് ലാറ്റൻ്റ് ലേണിംഗുകാർ പറയുന്നത്. അപ്പം അത് മെയിനായിട്ട് അവർ പറയാൻ കാരണം,
ഇവർക്കൊരു കോഗ്നിറ്റീവ് മാപ്പ്, നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്തേക്ക് നമുക്കൊരു കോഗ്നിറ്റീവ് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലേണിംഗ് വരുന്നത് എന്നാണ് ഈ ലാറ്റന്റ് ലേണിംഗുകാർ കൂടുതലായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം, ഇപ്പോൾ നമ്മൾ ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പോലെ തന്നെ ഇവിടെ നടത്തിയൊരു എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ, റാറ്റുകളെ ഒരു മെയ്സിന്റെ ഉള്ളിലിട്ടു. മെയ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ വഴി കാട്ടുന്നതൊക്കെ നമ്മൾ പണ്ട് കളിക്കൂടുക അങ്ങനത്തെ ബുക്കുകളിലൊക്കെ വായിച്ചിട്ടില്ലേ, ഇപ്പം മുയലിന് വഴി കാട്ടൂ എന്നുള്ള സാധനമൊക്കെ പല വഴിക്കൊക്കെ പോയിട്ടായിരിക്കും ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എത്തുന്നത്. ഇപ്പം നിങ്ങൾ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് കോളേജിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് മനസ്സിലാവുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു 3 ഗ്രൂപ്പാക്കിയിട്ട് ഒരു റാറ്റിനെ ഒരു ഡയറക്ഷനും കൊടുത്തില്ല, ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ അഴിച്ചു വിട്ടു. രണ്ടാമത്തതിനെ ഓരോ ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് എൻഡിങ് സ്റ്റേജിൽ എത്തുമ്പോഴും ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെയാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രൂപ്പിന് ആദ്യത്തെ 10 ദിവസം ഫുഡൊന്നും കൊടുത്തില്ല, പക്ഷെ 11ാമത്തെ ദിവസം എന്ത് കൊടുത്തു? ഫുഡ് കൊടുത്തു. അപ്പം അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പം ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഫുഡ് കൊടുത്തു, റിവാർഡ് കൊടുത്തു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. റാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിവാർഡ് കിട്ടാത്ത റാറ്റുകളാണെങ്കിലും ഒരു മെയ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പാരിറ്റീവ്ലി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമുക്ക് അങ്ങനെ റിവാർഡും റീൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഒന്നും വേണ്ട. നമ്മുടെ തലയുടെ ഉള്ളിൽ ഇങ്ങനെ പോയ വഴിയൊക്കെ വെച്ച് നമ്മളൊരു മാപ്പ് ഉണ്ടാക്കി വെക്കും. ആ മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത് എന്നാണ് ലാറ്റന്റ് ലേണിംഗുകാർ പറയുന്നത്. ദെൻ വാട്ട് ഈസ് കോഗ്നിറ്റീവ് മാപ്പ്? കോഗ്നിറ്റീവ് മാപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോൾ വഴിയിലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ദ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് നിങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലത്തേക്കാണ് അറിയാത്തൊരു കോളേജ് ആയിരുന്നുണ്ടെങ്കിൽ ഈ വഴി നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലൈക്ക് എന്തെങ്കിലും ലാൻഡ് മാർക്കുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, വാട്ട് എവർ ഇറ്റ് വാസ്, നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഓക്കെ ഇന്ന സ്ഥലത്ത് നിന്ന് പിന്നെ റൈറ്റിലേക്കാണ്, അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു മരം അവിടെ കാണാം, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ദിസ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ് മാപ്പ്. ഇറ്റ് റെഫേഴ്സ് ടു പ്ലോട്ട്സ് ഓർ ചാർട്ട്സ് യു കീപ്പ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് റെപ്രസെൻറ്റ് യുവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന പ്ലോട്ടുകളെയും ചാർട്ടുകളെയാണ് നമ്മൾ കോഗ്നിറ്റീവ് മാപ്സ് എന്ന് പറയുന്നത്. എഡ്വാർഡ് ടോൾമാൻ എന്ന് പറയുന്ന ഒരാളാണ് ലാറ്റന്റ് ലേണിംഗ് 1940s ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ കോഗ്നിറ്റീവ് മാപ്പിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ദിസ് ഇസ് ലാറ്റന്റ് ലേണിംഗ്. പിന്നെ വരുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൽബർട്ട് ബന്ദുര എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ത്രൂ ആണ് ഈ ഒരു ഒബ്സർവേഷണൽ ലേണിംഗ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് എന്ന്. ഈ ബോബോഡോൾ എക്സ്പെരിമെൻറ്റിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, കുറേ ഡോളുകളെ വെച്ചിട്ട് കുറച്ച് കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് ഈ എക്സ്പെരിമെൻ്റർ ഈ ഡോളുകൾ ഒരു പ്രത്യേക രീതിയിൽ ഈ ഡോളുകളതിനോട് റെസ്പോണ്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഈ കുട്ടികളെയും ഡോളുകളെയും മാത്രമാക്കിയപ്പോൾ എങ്ങനെയാണോ എക്സ്പെരിമെൻ്റർ ആ ഡോളുകളോട് റിയാക്ട് ചെയ്തത്, അതേപോലെ തന്നെ ഈ കുട്ടികൾ ആ ഡോളുകളോട് റിയാക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾ എക്സ്പെരിമെൻ്ററിനെ ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ്. ഒബ്സർവേഷണൽ ലേണിംഗ് പറയുന്നത് നമ്മൾ പുറത്തുള്ള കുറേ ആൾക്കാരെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് ഒബ്സർവേഷണൽ ലേണിംഗുകാർ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒബ്സർവേഷണൽ ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ 4 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകണം. ഓൾറെഡി നമ്മൾ പറയാറുണ്ട്, നമ്മൾ എന്ത് പഠിക്കണമെങ്കിലും ഓർക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു അറ്റൻഷൻ അവിടെ അത്യാവശ്യമാണ്. സോ അറ്റൻഷൻ ഇസ് ദ ബിഗിനിങ് സ്റ്റേജ് ഓർ ഇനീഷ്യൽ സ്റ്റേജ്. നമുക്കൊന്നും വി കാൺട്ട് ലേൺ ഫ്രം വട്ട് യു ഡോണ്ട് നോട്ടീസ്, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യത്തിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധ, ഒരു അറ്റൻഷൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അറ്റൻഷൻ്റെ ഒബ്സർവേഷണൽ ലേണിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റൻഷനാണ്. ഇനി നമ്മളൊരു അറ്റൻഷൻ കൊടുത്ത് കഴിഞ്ഞാൽ, നമ്മളൊരു സാധനത്തിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു റിമെമ്പർ ഇറ്റ്. നമ്മളത് റിമെമ്പർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് എന്ത് വരുള്ളൂ, ആ ഒരു സ്വഭാവം നമ്മൾ റിപ്പീറ്റ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എൻകോഡിങ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്ത ബിഹേവിയർ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ എൻകോഡ് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് റീറ്റെൻഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഈ സാധനത്തിനെ റീകോൾ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്തൊരു സ്വഭാവം പിന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് കാണിക്കുന്നു, നമ്മൾ ചെയ്യുന്നു ആ ബിഹേവിയർ. അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ബിഹേവിയർ ചെയ്തിട്ട് നല്ലതാണ് തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ്, അല്ലെങ്കിൽ നല്ലതായിട്ട് നമുക്ക് തോന്നിയാൽ വി ആർ മോട്ടിവേറ്റഡ്, പിന്നെ നമ്മൾ ആ സ്വഭാവം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറിൻ്റെ സ്റ്റെപ്സ് ആണ് അറ്റൻഷൻ, റിറ്റൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. Then the last one is insight learning. Insight learning is a aha moment learning, which means ചില സാധനങ്ങൾ നമുക്കൊരു പ്രയർ നോളജ് ഇല്ലെങ്കിലും പ്രയർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പെട്ടെന്ന് നമുക്കൊരു തോന്നൽ വരും. ദാറ്റ് ഈസ്
ഇൻസ്റ്റന്റ് ലേണിംഗ്. ലൈക്ക് യുറേക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൽക്കമിഡീസ് എഴുന്നേറ്റ് ഓടിയ പോലെ നമുക്ക് പെട്ടെന്ന് കണക്ഷനിൽ പെട്ടെന്ന് നമുക്കൊരു ബിഹേവിയർ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഓർമ്മ വരുന്ന ഒരു സഡൻ റിയലൈസേഷൻ ഇൻ എൻ അഹ മൊമെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മൾ കുറേ ദിവസം അല്ലെങ്കിൽ കുറേ സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യാലോ എന്ന് തോന്നുന്നതിനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ്. അപ്പം ഇത്രയാണ് നമുക്ക് ലേണിംഗിൻ്റെ മൊഡ്യൂളിൽ നോക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് മൊഡ്യൂൾ is completed.